പല ആൺകുട്ടികളും കൺസേൺ ആയിട്ട് പറയുന്ന ഒരു കാര്യം, ഡോക്ടർ കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല, വളരെയധികം സങ്കടമുണ്ട്, കുറേ ആലോചനകൾ വന്ന് പോകുന്നുണ്ട്, ഒന്നും ശരിയാവുന്നില്ല. ഇതിലെ മിക്കവാറും കേസുകളിൽ വില്ലൻ എന്ന് പറയുന്നത് ഗവൺമെന്റ് ജോലിയാണ്. പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പെൺകുട്ടികളോടെക്കാളും അവരുടെ ഫാമിലി, ഗവൺമെന്റ് ജോലി എന്നുള്ളത് ഒരു ദാമ്പത്യത്തിന് ഭദ്രത തരുന്നൊരു കാര്യമല്ല. അതുപോലെ ചില ആൺകുട്ടികളുടെ വീട്ടുകാര്, അവര് പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ പോലും വീട്ടുകാർ പറയുന്നത് ഇത്ര സ്ത്രീധനം കിട്ടണം. അത് സ്ത്രീധനം എന്നുള്ള രീതിയിലല്ല, പോക്കറ്റ് മണി ഓർ പുതിയ എന്തെങ്കിലും ടെർമിനോളജിയിൽ അത് പറയാം. അത് എക്സ്പെക്ട് ചെയ്തിട്ടാണ് മിക്ക കല്യാണങ്ങളും ഫിക്സ് ചെയ്യുന്നത്. ഇത് രണ്ടിലും അല്ല കാര്യം. ഇന്ന് കല്യാണം കഴിക്കാൻ നിങ്ങൾക്ക് റെഡി ആവുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ജോലി, നിങ്ങൾക്കൊരു ഇൻഡിപെൻഡൻസ്, അതിപ്പോ ഗവൺമെന്റോ പ്രൈവറ്റോ, നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ ബുട്ടീക്കോ യൂട്യൂബ് ചാനലോ എന്ത് വേണമെങ്കിലും ആയാൽ കുഴപ്പമില്ല. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇൻകം കിട്ടി നിങ്ങളുടെ ഫ്യൂച്ചർ സെക്യൂർഡ് ആവുന്ന സമയത്ത് മാത്രം കല്യാണം കഴിക്കുക. വീട്ടുകാർ പറയുന്ന കണ്ടീഷൻ ഓഫ് ഡൗറി, നിറം, ജാതി, മതം, അല്ലെങ്കിൽ എന്താ പറയാ ഗവൺമെന്റ് ജോലി, ഇതൊന്നും നോക്കി കല്യാണം കഴിക്കാതെ സ്വന്തം ഫാക്ടേഴ്സിനെ ബേസ് ചെയ്ത് കല്യാണം കഴിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറിനെ ഒരു അറേഞ്ച് മാരേജിൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഡോക്ടർ ഗായത്രി മേനോൻ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്.